ജോൺ സീന ആൻഡ് റാൻഡി ഓർട്ടൺ വേഴ്സസ് 17 WWE സൂപ്പർ സ്റ്റാർസ്. ഇങ്ങനെയൊരു മാച്ച് നടന്നത് നിങ്ങളിൽ കൂടുതൽ പേർക്കും അറിയാമായിരിക്കും. പക്ഷെ അതിൽ ഭൂരിപക്ഷം പേരും വിചാരിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും ആ സമയത്ത് ടീമായിട്ട് വർക്ക് ചെയ്തവരായിരുന്നു, ഇവർ രണ്ടുപേരും ഫേസ് ക്യാരക്ടേഴ്സ് ആയിരുന്നു, ഇവർ രണ്ടുപേരും ശരിക്കും ടീമായിരുന്നു എന്നെല്ലാം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ആ സമയത്ത് ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു ഇവർ രണ്ടുപേരും. ഇവർക്ക് ഒരു പണി കിട്ടിയതായിരുന്നു ഈ ഒരു മാച്ചിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഈ ഒരു മാച്ച് നടന്നത്, ആ ഒരു മാച്ചിന്റെ അവസാനം എന്താണായി തീർന്നത്, ഇതെല്ലാം തന്നെ ആരുടെ പ്ലാനുകളായിരുന്നു, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ നമുക്കൊന്ന് നോക്കിയാലോ. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. 2008 ഫെബ്രുവരി മാസം ഒരു റോ എപ്പിസോഡിൽ റസൽമേനിയ 24-ലെ WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരാർത്ഥികളെ കാണികൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. അപ്പോഴത്തെ WWE ചാമ്പ്യനായിട്ടുള്ള റാൻഡി ഓർട്ടൺ, ട്രിപ്പിൾ എച്ച്, ജോൺ സീന, ഇങ്ങനെ 3 പേരാണ് ആ ഒരു മാച്ചിൽ മത്സരിക്കുന്നത് എന്നുള്ളത് അപ്പോഴത്തെ ജനറൽ മാനേജർ ആയിട്ടുള്ള വില്യം റീഗൽ അവിടെ അനൗൺസ് ചെയ്യുന്നു. ആദ്യം തന്നെ 3 പേരോടും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പറയുന്നു. പിന്നീട് ഓരോരുത്തരോടും സംസാരിക്കാനും പറയുന്നുണ്ട്. ജോൺ സീന സംസാരിച്ചു, ട്രിപ്പിൾ എച്ച് സംസാരിച്ചു. രണ്ടുപേരും കച്ചറയാകുമെന്ന് ഉറപ്പായപ്പോൾ റാൻഡി ഇടയ്ക്ക് കയറിയിട്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ ഞാനാണ്, ദ ചാമ്പ് ഈസ് ഹിയർ എന്ന് പറഞ്ഞു. അങ്ങനെ റാൻഡി രണ്ടുപേരെയും നന്നായി കയറി ചൊറിഞ്ഞു. ആ ചൊറിച്ചിലിനുള്ള മരുന്ന് റാൻഡിക്ക് കിട്ടി. സീനയും ത്രിബിളച്ചും ഒരുമിച്ച് റാൻഡിയെ അറ്റാക്ക് ചെയ്ത് റിങ്ങിന് പുറത്തേക്ക് എറിഞ്ഞു. പിന്നീട് ബാക്കിയുള്ളത് ത്രിബിളച്ച് ആൻഡ് ജോൺ സീനയാണല്ലോ. ഇവർ രണ്ടുപേരും തല്ല് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവരുടെ തല്ലിന്റെ ഇടയ്ക്ക് അതാ റാൻഡി കയറി വരുന്നു. ത്രിബിളച്ചിനിട്ട് ഒരു RKO, അടുത്തതായി ജോൺ സീനക്കിട്ട് അതാ ഒരു RKO. പിന്നീട് നടന്ന റോ എപ്പിസോഡിൽ ജനറൽ മാനേജറായിട്ടുള്ള വില്യം റീഗൽ ഒരു കാര്യം അനൗൺസ് ചെയ്യുകയുണ്ടായി. വില്യം റീഗൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇനി വരാൻ വേണ്ടി പോകുന്ന 3 ആഴ്ചകളിൽ ഓരോ ആഴ്ചകളിലും ഈ 3 റെസ്ലേഴ്സിൽ ഓരോരുത്തർക്കും ബാക്കിയുള്ള 2 റെസ്ലേഴ്സ് ഏതൊക്കെ മാച്ചിൽ പങ്കെടുക്കണമെന്നുള്ളത് തീരുമാനിക്കാമെന്നായിരുന്നു. അതിൽ ആദ്യത്തെ ആഴ്ച നറുക്ക് വീണിട്ടുണ്ടായിരുന്നത് ജോൺ സീനക്കായിരുന്നു. ഇന്ന് ത്രിബിളച്ചും റാൻഡിയും ഏത് മത്സരത്തിൽ പങ്കെടുക്കണമെന്നുള്ളത് ജോൺ സീന തീരുമാനിക്കുമെന്ന് വില്യം റീഗൽ പറഞ്ഞു. അങ്ങനെ സീനയും വില്യം റീഗലും കൂടി ബാക്ക് സ്റ്റേജിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ ജോൺ സീന അദ്ദേഹത്തിന്റെ തീരുമാനം പറഞ്ഞു, ഇന്ന് ത്രിബിളച്ചും റാൻഡിയും തമ്മിൽ ഒരു 1-on-1 മത്സരം മത്സരിക്കട്ടെ എന്ന്. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് ട്രിബിളച്ച് വേഴ്സസ് റാൻഡി തമ്മിലുള്ള മാച്ച് നടന്നു. കമന്റേറ്ററായിട്ട് ജോൺ സിനയും ഉണ്ടായിരുന്നു. ആ മാച്ച് തുടങ്ങി രണ്ടുപേരും നന്നായി മത്സരിച്ചു. ട്രിബിളച്ചിനെ പേടിച്ച് റാൻഡി ഏറ്റവും അവസാനം തന്റെ ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. കമന്റേറ്ററായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന ജോൺ സിന അതാ കയറി വന്ന് റാൻഡിയെ പോകാൻ സമ്മതിക്കാതിരിക്കുന്നു. പുറകിൽ നിന്നും ട്രിബിളച്ച് വന്ന് റാൻഡിയെ അറ്റാക്ക് ചെയ്യുന്നു. അതോടുകൂടി ജോൺ സിനയ്ക്കും അറ്റാക്ക് കിട്ടി. അദ്ദേഹവും അവിടെ കിടക്കുന്നു. പിന്നീട് ഇവർ വീണ്ടും മത്സരം തുടരുമ്പോൾ ജോൺ സീന കയറി വന്ന് രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യുന്നു. ട്രിബിളച്ചിനിട്ട് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കുന്നു. തിരിഞ്ഞു നിന്നപ്പോഴേക്കും അതാ കിടക്കുന്നു റാൻഡിയുടെ വക RKO. റാൻഡിയുടെ ഒരു രക്ഷയുമില്ലാത്ത ക്യാരക്ടർ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ആഴ്ചയായി. ഈ ആഴ്ച ഡിസിഷൻ മേക്കർ ആയിട്ടുള്ളത് റാൻഡി ഓർട്ടൺ ആണ്. ജോൺസിനെയും ട്രിബിളച്ചും ഏതൊക്കെ മാച്ചിൽ പങ്കെടുക്കണമെന്നുള്ളത് റാൻഡി തീരുമാനിക്കും. അങ്ങനെ ഷോൺ മൈക്കിൾസ് ആൻഡ് റിക് ഫ്ലെയർ തമ്മിലുള്ള ഒരു സെഗ്മെന്റ് അവിടെ നടന്നിരുന്നു. ആ സെഗ്മെന്റിന്റെ ഏറ്റവും അവസാനം റാൻഡി വന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ തീരുമാനം പറയുകയുണ്ടായി. ട്രിബിളച്ച് വേഴ്സസ് കെയ്ൻ തമ്മിലുള്ള 1999 റസൽമേനിയയിൽ നടന്ന മാച്ചിന്റെ ഒരു റീമാച്ച് താൻ ഇന്നത്തെ റോ എപ്പിസോഡിലേക്ക് വെക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ താൻ ഇവിടെ വന്നത് അതിനല്ല, ഷോൺ മൈക്കിൾസ് വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ഒരു മാച്ച് കൂടി ഇന്ന് താൻ ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതായിരുന്നു റാൻഡിയുടെ തീരുമാനം. അങ്ങനെ ബാക്ക് സ്റ്റേജിൽ ട്രിബിളച്ച് വേഴ്സസ് കെയ്ൻ തമ്മിലുള്ള 99 റസൽമേനിയ മാച്ച് റാൻഡി കെയ്നിന് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട്, നിനക്ക് ഓർമ്മയില്ലേ പണ്ട് എന്തൊക്കെയാണ് ട്രിബിളച്ച് നിന്നെ ചെയ്തത് എന്നുള്ളത്, നീയും ട്രിബിളച്ചും പണ്ട് എങ്ങനെയൊക്കെയാണ് മത്സരിച്ചത് എന്നുള്ളത് ഓർമ്മയില്ലേ എന്നെല്ലാം തന്നെ റാൻഡി ചോദിച്ച് കെയ്നിന്റെ മനസ്സിൽ തീയിടുകയുണ്ടായി. പക്ഷേ കെയ്നിന് അത് ഇഷ്ടപ്പെട്ടില്ല. കെയ്ൻ റാൻഡിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. അങ്ങനെ കെയ്ൻ വേഴ്സസ് ട്രിബിളച്ച് തമ്മിലുള്ള ഒരു മാച്ച് നടന്നു. മാച്ചിന്റെ അവസാനം റാൻഡി വന്നെങ്കിലും ക്ലീനായി ഒരു പെഡിഗ്രി ചെയ്തുകൊണ്ട് ട്രിബിളച്ച് വിജയിച്ചു. അന്ന് തന്നെ ജോൺ സീന വേഴ്സസ് ഷോൺ മൈക്കിൾസ് തമ്മിലുള്ള ഒരു മാച്ച് നടന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം സീനയും ഷോൺ മൈക്കിൾസും രണ്ടുപേരും റിങ്ങിന് പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ റാൻഡി വന്ന് ഷോൺ മൈക്കിൾസിനെ അറ്റാക്ക് ചെയ്തു. അതോടുകൂടി മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തു. റാൻഡി എന്നിട്ട് റിങ്ങിനകത്തേക്ക് ഒരു ചെയറുമായി കയറി വന്നു. ചെയർ അവിടെ നിവർത്തി വെച്ചു. സീനയെ എടുത്ത് ചെയറിന്റെ മുകളിലേക്ക് RKO ചെയ്യാൻ വേണ്ടി നിന്നു. പക്ഷെ സീന റാൻഡിയെ എടുത്ത് അതായിരുന്നു ചെയറിന്റെ മുകളിലേക്ക്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് കൂടി റാൻഡിക്ക് ചെയ്യുകയുണ്ടായി. അങ്ങനെ 3-ാമത്തെ ആഴ്ചയായി. ഈ ആഴ്ച ഇൻചാർജിലുള്ളത് ട്രിബിളച്ച് ആണ്. ട്രിബിളച്ച് എത്രത്തോളം വലിയ ബുദ്ധിരാക്ഷസനാണ് എന്നുള്ളത് ഈ ഒരൊറ്റ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവർക്ക് ഇങ്ങനെ ഒരു റോൾ കൊടുത്തപ്പോൾ ബാക്കിയുള്ള 2 റെസ്ലേഴ്സിനെ എങ്ങനെയൊക്കെ ഇഞ്ചുറി ആക്കാം എന്നുള്ളതായിരുന്നു
എല്ലാവരും ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ട്രിപ്പിൾ എച്ച് അതിന്റെ അപ്പാപ്പനായിട്ടായിരുന്നു ആലോചിച്ചത്. കാരണം ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് WWE ബാക്കിയുള്ള എല്ലാ റെസ്ലേഴ്സിനെതിരെയും ജോൺ സിന ആൻഡ് റാൻഡി തമ്മിൽ ഒരു ഹാൻഡിക്യാപ്പ് മാച്ച് നടക്കട്ടെ എന്നായിരുന്നു. ഈ ഒരു മാച്ചിൽ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാൻ പാടില്ല. അതായത് ജോൺ സിന റാൻഡിയെയും റാൻഡി ജോൺ സിനയെയും അറ്റാക്ക് ചെയ്യാനോ ചതിക്കാനോ പാടില്ല. അങ്ങനെ ചതിച്ചു കഴിഞ്ഞാൽ ആരാണോ ചതിക്കുന്നത് അവർ റെസൽമീനിയ മാച്ചിൽ നിന്നും പുറത്താകും. ജോൺ സിന ചതിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം റെസൽമീനിയ മാച്ചിൽ നിന്നും പുറത്തായി റാൻഡി വേഴ്സസ് ട്രിപ്പിൾ എച്ച് തമ്മിലുള്ള മാച്ചായിരിക്കും നടക്കുക. റാൻഡി ചതിച്ചു കഴിഞ്ഞാൽ റാൻഡിയുടെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് പോയി സീന വേഴ്സസ് ട്രിപ്പിൾ എച്ച് തമ്മിലുള്ള മാച്ചായിരിക്കും നടക്കുക. ഇങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ സീനയും റാൻഡിയും ബാക്ക് സ്റ്റേജിൽ വെച്ചൊരു സംസാരം നടക്കുകയുണ്ടായി. അതിൽ റാൻഡി പറഞ്ഞത് നമ്മളെ ഇഞ്ചുറി ആക്കാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ എച്ച് മെനഞ്ഞെടുത്ത ഒരു കുതന്ത്രമാണിത്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ തോറ്റു കൊടുക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചുറി ആവില്ലല്ലോ. അപ്പോൾ സീന പറഞ്ഞു തോറ്റോടാൻ എന്നെ കിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ നീ തോറ്റു കൊടുത്തോ. അപ്പോൾ റാൻഡി പറഞ്ഞത് ഞാൻ WWE ചാമ്പ്യനാണ്, അതുകൊണ്ട് എനിക്ക് തോറ്റു കൊടുക്കാൻ കഴിയില്ല, എനിക്ക് വേണ്ടി നീ തോറ്റു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മത്സരത്തിൽ മത്സരിക്കാതെ പെട്ടെന്ന് തന്നെ ഇഞ്ചുറി ആകാതെ റെസൽമേനിയയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം. പക്ഷെ ജോൺസിന് അത് കേട്ടില്ല. ഏറ്റവും അവസാനം രണ്ടുപേരും സമ്മതിച്ചു. രണ്ടുപേരും മാന്യമായി അടിപൊളിയായി ബാക്കിയുള്ള 17 പേരെയും തോൽപ്പിക്കാമെന്ന്. അങ്ങനെ ട്രിപ്പിൾ എച്ച് പറഞ്ഞ മാച്ചിന്റെ സമയമായി. ജോൺസിന ആൻഡ് റാൻഡി വേഴ്സസ് WWE റോ റോസ്റ്റർ. അതിലെ പ്രമുഖർ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഉമാഗയുണ്ട്, JBL ഉണ്ട്, ഇപ്പോഴത്തെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായിട്ടുള്ള കോഡി റോഡ്സ് ഉണ്ട്, കാർലിറ്റയുണ്ട്, സ്നിറ്റ്സ്കി ഉണ്ട്. അങ്ങനെ ഒരുപാട് റെസ്ലേഴ്സ് ഉണ്ട്. ആദ്യം തന്നെ ജോൺസിനെയും സ്നിറ്റ്സ്കിയും കൂടിയായിരുന്നു മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്നിറ്റ്സ്കി എന്ന് പറഞ്ഞാൽ ഒരു ജയന്റ് റെസ്ലർ തന്നെയാണ്, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന റെസ്ലർ. സ്നിറ്റ്സ്കി സീനയെ നന്നായി അറ്റാക്ക് ചെയ്ത് സാന്റിനോ മെറിലേക്ക് ടാഗ് കൊടുക്കുന്നു. സാന്റിനോ വന്നു. ഉടനെ തന്നെ ജോൺസിന സാന്റിനോയെ റോളപ്പിനിലൂടെ തോൽപ്പിക്കുന്നു. അടുത്തതായിട്ട് ട്രെവർ മർഡോക്ക് വരുന്നു. ജോൺസിന STF ചെയ്തുകൊണ്ട് സബ്മിഷൻ മൂവിലൂടെ അദ്ദേഹത്തെയും പുറത്താക്കുന്നു. അടുത്ത റെസ്ലർ വരുന്നു റാൻഡിയുടെ വക RKO. ജോൺസിന അദ്ദേഹത്തെ പിൻ ചെയ്യുന്നു. അടുത്തതായി ഉമാഗ വരുന്നു. രണ്ടുപേരെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. പിന്നീട് ഓരോരുത്തരായി മാറി മാറി വന്ന് റാൻഡിയെയും സീനയെയും അറ്റാക്ക് ചെയ്ത് ഒരു വകയ്ക്കാക്കുന്നു. അങ്ങനെ അടുത്ത വ്യക്തിയെ ജോൺസിന പുറത്താക്കി. പിന്നീട് വേറൊരു റൂക്കി പ്ലെയറിനെ ജോൺസിന അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു, അയാളെയും എലിമിനേറ്റ് ചെയ്തു. പിന്നീട് അത് റാൻഡി വരുന്നു. റാൻഡിയുടെ വക ആദ്യം തന്നെ ഒരു RKO, അയാളെയും എലിമിനേറ്റ് ചെയ്തു. അടുത്ത വ്യക്തി വരുന്നു വോൾവനിസ്. റാൻഡിയുടെ വക RKO, അയാളെയും എലിമിനേറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് കോഡി റോഡ്സ് വരുന്നു. കോഡിയെ സീന കയറി പിടിക്കുന്നു, റാൻഡിക്ക് എറിഞ്ഞു കൊടുക്കുന്നു. റാൻഡി അത് RKO ചെയ്യുന്നു. കോഡി റോഡ്സും എലിമിനേറ്റ് ആകുന്നു. അതോടുകൂടി എല്ലാവരും കയറി വന്നു സീനയെയും റാൻഡിയെയും റിങ്ങിലിട്ട് ചവിട്ടി കൂട്ടുന്നു. ബാക്കിയുള്ളവരെ ഒന്നും തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ മത്സരിക്കാൻ വേണ്ടിയിട്ടോ ഇവർക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും സീന പുറത്തേക്ക് ഇറങ്ങി കമന്റേറ്റേഴ്സിന്റെ അടുത്തു നിന്നും ഒരു ചെയർ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അതാ കിടക്കുന്നു ഓരോരുത്തരുടെ തലക്കിട്ടുകൊണ്ട് ചെയർ ഷോട്ടുകൾ. പക്ഷെ ഇതെല്ലാം കാത്ത് പുറകിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു, ഉമാഗ. ഉമാഗയുടെ കയ്യിൽ നിന്നും സീനയ്ക്ക് കിട്ടി. JBL അതാ ചെയർ എടുക്കുന്നു. റാൻഡിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി റാൻഡിയുടെ തലക്കിട്ട് ചെയർ ഷോട്ട് കൊടുക്കാനായിരുന്നു JBLന്റെ ശ്രമം. എന്നാൽ റാൻഡിയെ പിടിച്ച ഉമാഗയുടെ തലക്കായിരുന്നു JBLന്റെ വക ഷോട്ട് കിട്ടിയത്. അതോടുകൂടി ഉമാഗയെ പിടിച്ച് JBL ബാക്ക് സ്റ്റേജിലേക്കും JBLനെ തെരഞ്ഞ് ഉമാഗയും പോയി. അങ്ങനെ സീന ആൻഡ് റാൻഡി രണ്ടുപേരും റിങ്ങിൽ കിടക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? അതാ വരുന്നു ദ ഗെയിം ട്രിപ്പിൾ എച്ച്. റിങ്ങിലേക്ക് വന്ന് ആദ്യം തന്നെ റാൻഡിക്കിട്ട് ഒരു പെഡിഗിരി, അത് കഴിഞ്ഞ് ജോൺസിനെ കിട്ടും പെഡിഗിരി. അതോടുകൂടി അന്നത്തെ റോ എപ്പിസോഡും അവിടെ അവസാനിച്ചു. പിന്നീട് ഇതിന്റെ എല്ലാം തന്നെ അവസാനം റെസൽമേനിയ 24 റാൻഡി വേഴ്സസ് സീന വേഴ്സസ് ട്രിപ്പിൾ എച്ച് ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് ഫോർ WWE ചാമ്പ്യൻഷിപ്പ്. ആ ഒരു മാച്ചിൽ അവസാനത്തേക്ക് എത്തിയപ്പോൾ റാൻഡിയെ STF ഉപയോഗിച്ച് സബ്മിഷൻ മൂവിലൂടെ തോൽപ്പിക്കാൻ വേണ്ടി സീന നോക്കുന്നു. ട്രിപ്പിൾ എച്ച് അതിനെ സമ്മതിക്കുന്നില്ല. ഉടനെ തന്നെ ട്രിപ്പിൾ എച്ച് കയറി വന്ന് റാൻഡിയെ അടുത്ത സബ്മിഷൻ മൂവിലൂടെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. അതിന് സീന സമ്മതിക്കുന്നില്ല. വീണ്ടും സീന റാൻഡിയെ സബ്മിഷൻ മൂവ് ചെയ്യുന്നു. അപ്പുറത്ത് ട്രിപ്പിൾ എച്ച് സീനയെ സബ്മിഷൻ മൂവ് ചെയ്യുന്നു. പക്ഷെ അതിലൂടെ ഒന്നും തന്നെ ഇവർ തോറ്റില്ല. ഏറ്റവും അവസാനം സീനയെ പെഡിഗ്രി ചെയ്ത് ട്രിപ്പിൾ എച്ച് ജയിക്കാൻ നൽകുന്ന സമയത്ത് റാൻഡി അത് ഓടി വരുന്നു. ഒരു പൺ കിക്ക് ടു ട്രിപ്പിൾ എച്ച്. എന്നിട്ട് റാൻഡി വീണതോ സീനയുടെ മുകളിലേക്ക്. അങ്ങനെ റഫറി പിൻ ചെയ്തു. റാൻഡി വിജയിച്ചു. സ്റ്റിൽ WWE ചാമ്പ്യനായിട്ട് റാൻഡി ഓർട്ടൺ റെസൽമേനിയ 24 വിട്ട് പോവുകയുണ്ടായി. 3 പേര് കട്ടക്ക് നിന്നിട്ടുണ്ടായിരുന്ന ഒരു കിടിലൻ ഫ്യൂഡ് തന്നെയായിരുന്നു അത്. പക്ഷെ അതിൽ റാൻഡിയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. റാൻഡി ഒരു രക്ഷയുമില്ലാത്ത റെസ്ലറാണ് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹം ഒരു ലെജൻഡായിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് എന്നുള്ളതും ഈ ഒരു ഫ്യൂഡുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാറിന്റെ വേറൊരു കഥയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.